സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അമർത്തണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. ഇന്നപ്പോൾ മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചോറാണ് റെഡിയാക്കുന്നത്. ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 4 ഏലക്ക, ഒരു വലിയ പട്ട, 3 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റ് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു വലിയ നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിത് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിത് തിളപ്പിക്കാൻ വെക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാൻ വെക്കാം. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അപ്പുറത്തെ സ്റ്റൗവിൽ ഇതിനുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി പാന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് കിസ്മിസും കശുവണ്ടിയാണ് ഇടേണ്ടത്. അപ്പോൾ അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള ബിസ്ത റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. നമ്മളിത് വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. വെന്ത് വന്നതിന് ശേഷം വാർക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് ചോറ് വേവുന്ന വരെ ആ സമയം കൊണ്ട് മസാല റെഡിയാക്കി എടുക്കാം. ഇവിടെ നമ്മുടെ ബിസ്തക്കുള്ള ഉള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മസാല തയ്യാറാക്കാൻ പോവുകയാണ്. അതിലേക്ക് 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 വലിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. വഴന്ന് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ബിരിയാണി മസാല. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആ മസാല ഒന്ന് വേവാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വാർക്കാൻ വെക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടിപ്പിടിക്കാതെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിച്ചിട്ട് ഇടാം. ഞാൻ ഇവിടെ മുറിക്കാതെയാണ് മസാലയിൽ മിക്സ് ചെയ്തിട്ടുള്ളത്.
ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാം. ആദ്യം നമുക്കൊരു ലെയർ ചോറിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ മസാല ചേർത്ത് കൊടുത്ത് ഒരു ലെയർ വീണ്ടും ചോറിട്ട് കൊടുക്കാം. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച കിസ്മിസും കശുവണ്ടിയും ബിസ്റ്റയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ബ്യൂട്ടിഫുൾ എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്, 100% ഉറപ്പാണ്. എന്തായാലും ട്രൈ ചെയ്തിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള കമൻറ്റ് ഞങ്ങളെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.